ആ കവിതയായിട്ട് ബന്ധപ്പെട്ട് കറുത്ത വർഗ്ഗക്കാരനായിരുന്നോ, കാലിഫോർണിയക്കാരനോ, ഇറ്റലിക്കാരനാണ് ഇങ്ങനെ പറഞ്ഞതൊന്നുമല്ല വിഷയം. ചരിത്രം പഠിപ്പിക്കുന്നു പുരുഷനാണെന്ന്, ബൈബിൾ പഠിപ്പിക്കുന്നു പുരുഷനാണെന്ന്, സഭയുടെ പ്രബോധനം പഠിപ്പിക്കുന്നു പുരുഷ വ്യക്തിയായിരുന്നു എന്ന്. അങ്ങനെയുള്ളപ്പോൾ അറിവിൽ മുമ്പിലുള്ള ഉന്നതയായ ഒരു വ്യക്തി യേശു സ്ത്രീയായിരുന്നു എന്നതിന് 3 ശക്തമായ വാദങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ആ വാദങ്ങളൊക്കെ തെളിയിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടെന്നൊക്കെ ചിലർ സംശയിച്ചാൽ സ്ത്രീയാണെന്നും പറയുന്നു, പുരുഷനാണെന്നും പറയുന്നു. അപ്പോൾ ആണും പെണ്ണും കെട്ട ഒരു ശിഖണ്ഡിയാണ് ആരാധിക്കുന്നത് തങ്ങൾ എന്ന് തോന്നൽ വന്ന എത്ര ലജ്ജാകരമാണ്. നിസ്സാര കാര്യമല്ലത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദിവ്യ എസ് അയ്യർ കവിതയിലൂടെ ക്രിസ്തുവിനെ നിന്ദിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് ഞാൻ പോലീസ് കേസ് കൊടുത്തതിന് ശേഷം ആ വിഷയം പരാമർശിച്ചുകൊണ്ട് ഞാനിട്ട വീഡിയോ എനിക്ക് വളരെയേറെ സപ്പോർട്ട് കിട്ടി. എനിക്ക് അതിശയപ്പെടുത്തുന്ന സപ്പോർട്ടാണ് കിട്ടിയത്. അതിലൂടെ എന്താണ് മനസ്സിലാക്കേണ്ടത്? ആർക്കും നിന്ദനം ഏറ്റിട്ടില്ല, ആരെയും ആരും നിന്ദിച്ചിട്ടില്ല എന്ന് വാദിച്ചുകൊണ്ട് വെറും തമാശയായി തള്ളിക്കളഞ്ഞവർക്ക് തിരിച്ചറിവ് അറിയിക്കണം. ഇത്രയും വ്യൂവേഴ്സ് ഈ വീഡിയോയ്ക്ക് കിട്ടിയത് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. ഇത്രയേറെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുമെന്ന് ഞാൻ വിചാരിച്ചത്. സത്യത്തിൽ എൻ്റെ മനസ്സിലേതായിരുന്നു, ഇവനാരാടെ ഇത്ര വിവരം കെട്ടവൻ, ഈ നിസ്സാര കാര്യത്തിന് കേസ് കൊടുത്തവൻ ആരാടെ, ഇവനെന്താ വിവരമാണ് ഉള്ളത് എന്ന് പറഞ്ഞ് ഏതെങ്കിലും തരത്തിൽ എന്നെ ഒത്തിരിയേറെ വിമർശിച്ചും ആക്ഷേപിച്ചും കമൻ്റ് ഇടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നതാണ്. അങ്ങനെ ആക്ഷേപിക്കപ്പെട്ടാലും എൻ്റെ ദൈവത്തിന് വേണ്ടി, നിന്ദിക്കപ്പെടുന്ന എൻ്റെ ദൈവത്തിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി ഒരു നിലപാടെടുക്കണം എന്ന് തീരുമാനിച്ച് ഞാൻ ഇറങ്ങിയത്. ഒരു സംഘടനയുടെയോ ആരുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നിട്ട് ഒത്തിരിയേറെ പേര് എന്നെ വിളിച്ച് സപ്പോർട്ട് ചെയ്തത്, പ്രത്യേകിച്ച് പല പാസ്റ്റർമാർ, മറ്റു പല സഭാ വിഭാഗങ്ങളിലെ അച്ഛന്മാർ, ഇങ്ങനെ പലരും എന്നെ വിളിച്ച് സപ്പോർട്ട് ചെയ്തതും നേരിട്ട് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തവർ എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. സഹകരിച്ചതിന്, സപ്പോർട്ട് ചെയ്യുന്നതിന് നന്ദിയുണ്ട്. ഒന്നോർക്കണമേ, 1,00,000 സബ്സ്ക്രൈബേഴ്സുള്ള ചാനലിൽ ഒരു വീഡിയോ ഇട്ടാൽ 50-100 പേര് മാത്രം കാണുന്ന രീതിയും പല വീഡിയോയ്ക്കുമുണ്ട്. അപ്പോഴാണ് വെറും 1000 സബ്സ്ക്രൈബേഴ്സുള്ള ഞാൻ ഈ വീഡിയോ ഇട്ടപ്പോൾ ഈ 3 ദിവസത്തിനകം 22,000-ഓളം പേര് അത് കണ്ടത്. അതും എൻ്റെ ചാനലിൽ തന്നെ 22,000 പേര് കണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ കണ്ടതും മറ്റു രീതിയിൽ കണ്ടതുമൊക്കെ വേറെയുമുണ്ട്. പല ചാനലുകാരും എൻ്റെ ക്ലിപ്പുകൾ കട്ട് ചെയ്തിട്ട് വേറെ വീഡിയോ ഇറക്കി അങ്ങനെ കണ്ടതുമുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ അനേകർക്ക് മുറിവേറ്റു എന്നത് വ്യക്തമല്ലേ? ഇവിടെ ക്രിസ്തുവിനെ വേദനിപ്പിച്ചു, ക്രിസ്തുവിനെ ആക്ഷേപിക്കലായിരുന്നു ആ കവിത എന്നും അത് ക്രൈസ്തവർക്കും ആക്ഷേപകരമായി എന്നതിനും വളരെ വ്യക്തമായ തെളിവല്ലേ ഇത്രയും വ്യൂവേഴ്സ് ഇതിന് കിട്ടിയത്? ഇനി എന്നിട്ട് മനസ്സിലാകാത്തവർ ഇതിൻ്റെ കമൻറ്റുകളൊന്ന് നോക്കുക. 500ഓളം കമൻറ്റുകൾ വന്നത് നോക്കുക. 500ഓളം കമൻറ്റുകൾ വന്നതിൽ 400ഓളം കമൻറ്റുകൾ വളരെ രൂക്ഷമായ രീതിയിൽ ദിവ്യയെ വിമർശിച്ചുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ക്രിസ്തുവിന് വളരെയേറെ ആക്ഷേപകരമായി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ, ക്രിസ്തുവിനെ നിന്ദിച്ച് തെറ്റായിപ്പോയി മാപ്പ് പറയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നിരവധി കമൻറ്റുകൾ വന്നതെന്ന് ഓർക്കണം. ആർക്കും കാണാവുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ് കമൻറ്റുകളിൽ കൃത്രിമമൊന്നുമില്ല എന്നുള്ളത്. എനിക്ക് വേണ്ടി ആരും എൻ്റെ ശിങ്കിടികൾ കമൻറ്റ് ഇടാൻ അങ്ങനെയുള്ള സെലിബ്രിറ്റി ഒന്നും അല്ലല്ലോ ഞാൻ, അങ്ങനെ ഫോളോവേഴ്സ് ഒത്തിരി ഉള്ളതല്ലല്ലോ. ആ നിലയിൽ കിട്ടിയ സപ്പോർട്ട് മനസ്സിലാക്കേണ്ടത് എന്താണ്? വളരെയേറെ നികൃഷ്ടമായ ആക്ഷേപമായിരുന്നു ആ കവിത എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഇത്രയും വ്യൂവേഴ്സിന് കിട്ടിയതും ഇത്രയും പേര് കമൻ്റ് ഇട്ടതും. ഇതിനൊന്ന് ഓർക്കണം, ഈ മതവികാരം വ്രണപ്പെട്ടതിന് കേസെടുക്കേണ്ടത് ഒരു വലിയ സമൂഹത്തിൻ്റെ 10,000-കണക്കിന് ആൾക്കാർക്ക് മുറിവേറ്റു എങ്കിലല്ല. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു പൗരന് മതവികാരം വ്രണപ്പെട്ടാൽ പോലും അതിന് നടപടി ഉണ്ടാവേണ്ടതാണ്, കേസെടുക്കേണ്ടതാണ്. ശരിയല്ലേ ഇത്? ആ നിലയ്ക്ക് പൊതുസമൂഹത്തിൽ ഇത് നിസ്സാരമായി കാണുന്നവരും ഒന്ന് ശ്രദ്ധിക്കണം ഈ കാര്യത്തിൽ. പ്രത്യേകിച്ച് കത്തോലിക്ക പുരോഹിതരുടെ ഭാഗത്തു നിന്നും വളരെയേറെ നിസ്സംഗതയാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ വളരെയേറെ വേദന എനിക്കുണ്ട്, വിഷമം എനിക്കുണ്ട്. അങ്ങനെ നിസ്സംഗതയോടെ കാണുന്നവർ ഈ കമൻറ്റുകളൊന്ന് വായിച്ചു നോക്കുക. ആരെയും മുറിപ്പെടുത്തിയിട്ടില്ല എന്ന് അവകാശപ്പെടുന്ന, വളരെ ആർദ്രമായൊരു കവിതയാണ് ഞാൻ പോസ്റ്റ് ചെയ്തതെന്നൊക്കെ അവകാശപ്പെടുന്ന ദിവ്യ എസ് അയ്യർ എന്ന IAS ഉദ്യോഗസ്ഥയോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഞാനിട്ട വീഡിയോയുടെ താഴെ വന്ന കമൻറ്റുകൾ ഓരോരുത്തരുടെയും നിങ്ങൾ വായിക്കണം. ആ കമൻറ്റുകൾ വായിച്ചാൽ എത്ര പേർക്ക് മുറിവേറ്റു എന്ന് നിങ്ങൾക്കറിയാം. 40ഓളം ചാനലുകളിൽ ഈ ദിവ്യ എസ് അയ്യരെ വിമർശിച്ചുകൊണ്ട്, ആക്ഷേപിച്ചുകൊണ്ട്, ക്രിസ്തുവിനെ നിന്ദിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് പല പോസ്റ്റിംഗ് വന്നിട്ടും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ ആ ഉദ്യോഗസ്ഥ അനങ്ങിയില്ല, ഒരു ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറായിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാനിട്ട ചെറിയ വീഡിയോയിൽ ഈ 500ഓളം പേര് കമൻറ്റ് ചെയ്തതിൽ 400-ലേറെ പേരും ദിവ്യയെ വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നു എന്നതിലൂടെ ഇത്രയും പേർക്ക് മുറിവേറ്റു എന്നെങ്കിലും വിചാരിച്ചുകൂടെ? ഇത് മാത്രമല്ല, എൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് 3-4 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ കമൻറ്റുകൾ 100 കണക്കിന് കമൻറ്റുകൾ ദിവ്യയെ വിമർശിച്ചുകൊണ്ട്, കവിതയെ വിമർശിച്ചുകൊണ്ട് തന്നെയാണുള്ളത്. ആ കമൻറ്റുകളും ഈ കമൻറ്റുകളും നോക്കിയാൽ 1000-ലേറെ പേര് ഈ വിഷയത്തിൽ തങ്ങളുടെ ദൈവത്തെ നിന്ദിച്ചതിൻ്റെ വേദനയിലാണെന്ന് തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞ് മാപ്പ് പറയാൻ തയ്യാറാകേണ്ടതുണ്ട്. 2006 ഡാവിഞ്ചി കോഡ് എന്ന സിനിമ ഇറങ്ങി ക്രിസ്തുവിനെ ഒത്തിരിയേറെ അതിലൂടെ ആക്ഷേപിച്ചപ്പോൾ ആ സിനിമ കേരളത്തിൽ പ്രദർശിപ്പിക്കാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട്
ക്രൈസ്തവ സംഘടനകൾ മന്ത്രിയെ സമീപിച്ചു. എന്നാൽ അന്ന് ആ മന്ത്രിസഭയിലെ ഏക ക്രിസ്ത്യാനിയായ മന്ത്രി BJ ജോസഫായിരുന്നു. ജോസഫിൻ്റെ നിലപാടനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് മന്ത്രിസഭ തീരുമാനിച്ചതാണ്. ജോസഫ് ആ വിഷയം കൈവിട്ട് സിനിമ നടക്കട്ടെ എന്ന് പറഞ്ഞു. സിനിമ ഇഷ്ടം പോലെ ഓടട്ടെ, എല്ലാവരും കാണട്ടെ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു വിട്ടു. ക്രിസ്തുവിനെതിരെ ഒരു പെണ്ണുകേസ് ആരോപിക്കപ്പെട്ടപ്പോൾ അത് കേരളത്തിൽ അത് പ്രദർശനം തടയാമായിരുന്നു. BJ ജോസഫ് മൗനമായിരുന്നതുകൊണ്ട് BJ ജോസഫിനെതിരെ ചുരുങ്ങിയ 2-3 മാസത്തിനുള്ളിൽ പെണ്ണുകേസ് വരികയും മന്ത്രിസ്ഥാനം തന്നെ നഷ്ടപ്പെടുകയും ചെയ്ത സ്ഥിതി എല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാം കഴിഞ്ഞപ്പോഴോ അയാൾ കരഞ്ഞുകൊണ്ട് പലരും പ്രാർത്ഥിക്കാനായിട്ട് സമീപിച്ചു. അപ്പോൾ പ്രാർത്ഥിച്ച ആൾ ചോദിച്ചതാണ്, ഇങ്ങനെ ഒരു സിനിമയെക്കുറിച്ച് ചോദിച്ചു. അപ്പോഴാണ് അദ്ദേഹം അവൻ്റെ ഗൗരവം മനസ്സിലാക്കിയത്. എല്ലാം കഴിഞ്ഞ ശേഷം ഈ ഗൗരവം മനസ്സിലാക്കിയിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രതികരിക്കേണ്ടവർ പ്രതികരിക്കണം. നിങ്ങളുടെ സ്വന്തം അപ്പനെയോ അമ്മയെയോ അധിക്ഷേപിക്കുന്നതിനേക്കാൾ ക്രിസ്തുവിനെ അധിക്ഷേപിക്കുമ്പോൾ നിങ്ങൾ പ്രതികരിക്കണം. കലയല്ലേ, കവിതയല്ലേ, കലാപരിപാടിയല്ലേ, നാടകമല്ലേ എന്നൊക്കെ പറഞ്ഞ പല ആക്ഷേപം ഉണ്ടാകുന്നത്. ശരിയായ പ്രബോധനം നേരിട്ടൊരു പ്രസംഗത്തിൽ പ്രബോധനം കൊടുക്കുന്നതിനേക്കാൾ എഫക്റ്റീവായും എല്ലാവരിലും ഫലിക്കുന്നത് സാഹിത്യത്തിലൂടെ പ്രബോധനം കൊടുത്താലാണ്. തെളിവുകൾ എത്രയുണ്ട്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഇന്ത്യയിലുടനീളം പ്രചാരകരുണ്ടായിരുന്നു, പ്രസംഗകരുണ്ടായിരുന്നു. എന്നിട്ട് കേരളത്തിലും ത്രിപുരയിലും പശ്ചിമ ബംഗാളിലും മാത്രമാണ് അവർ പച്ച പിടിച്ചത് എന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഈ 3 സംസ്ഥാനങ്ങളിലും കലാസാഹിത്യ മേഖലകളിലൂടെ കമ്മ്യൂണിസത്തിൻ്റെ ആശയങ്ങൾ പകർന്നു. അതുകൊണ്ട് ഇവിടെ വളരെയേറെ വളർന്നു. എങ്കിൽ ക്രിസ്തുവിനെതിരെയുള്ള ഇത്തരം ആക്ഷേപങ്ങളും കലാസൃഷ്ടികളുമൊക്കെ ഇങ്ങനെ വളർന്നാൽ ഇതൊക്കെ മനുഷ്യൻ്റെ ചിന്താമണ്ഡലത്തിൽ അങ്ങനെ കിടക്കും. അത് തക്ക സമയത്ത് വലിയ ഒരു പ്രബോധനമായി എന്നുപോലെ ഉരുണ്ടുകൂടുകയും അങ്ങനെ ഒരു അടിസ്ഥാന ചിന്തയിൽ വ്യാപരിക്കുകയും ചെയ്യും. അപ്പോൾ എഴുതുന്നവർക്കറിയാം, കലാസൃഷ്ടികൾ നടത്തുന്നവർക്കറിയാം ഇതിൻ്റെ എഫക്റ്റ് എത്രമാത്രം ഉണ്ടെന്ന്. അതുകൊണ്ട് കലാസൃഷ്ടികളല്ലേ എന്ന് പറഞ്ഞ് വഴിയെ പോകുന്ന ആർക്കും എന്തും പടച്ചുവിടാൻ അനുവദിക്കാൻ പാടില്ല. ക്രിസ്തുവിൻ്റെ പേരിൽ ജീവിക്കുന്നവർ, സഭയിൽ ശുശ്രൂഷ ചെയ്യുന്നവർ, സഭയുടെ ശുശ്രൂഷ കൊണ്ട് മാത്രം ജീവിക്കുന്നവർ, അതായത് വിശ്വാസികളുടെ ചെലവിൽ ജീവിക്കുന്നവർ, നിങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അത് നിസ്സാര കാര്യമല്ല. പ്രധാനപ്പെട്ട ചില കമൻറ്റുകൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ആരും മിണ്ടാതിരുന്നപ്പോൾ താങ്കൾ മുൻനിരയിൽ വന്നതിൽ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ക്രിസ്ത്യൻ സമൂഹത്തിൽ വലിയ വലിയ വ്യക്തികൾ മിണ്ടാതിരിക്കുമ്പോൾ താങ്കൾ മുന്നോട്ട് വന്ന് ഇത് ചെയ്തത് അഭിനന്ദനാർഹമാണ്. ഐ സപ്പോർട്ട് യു. ക്രിസ്തുവിന്റെ 6ാം തിരുമുറവ് എന്തിനാണ് നിരോധിച്ചത്? അതുപോലെ ആവശ്യമില്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ മിണ്ടാതിരിക്കാൻ ക്രിസ്ത്യാനിക്ക് കഴിയില്ല. താങ്കൾ കാണിച്ചത് മാതൃക. ബിഗ് സല്യൂട്ട്. എത്ര ഉന്നതയാണെങ്കിലും ഈ സ്ത്രീ ശിക്ഷിക്കപ്പെടണം. അപ്പനെക്കുറിച്ച് അങ്ങനെ ആർക്കും എന്ത് വേണമെങ്കിലും പറഞ്ഞു വരുത്തി ആളാകാനൊക്കില്ല. ചോദിക്കാൻ ആൺമക്കളുണ്ട്, അതവർ അറിയട്ടെ. താങ്കൾക്ക് 1000 അഭിനന്ദനങ്ങൾ. സഭയുടെ അച്ഛന്മാർക്ക് ചെയ്യാൻ കഴിയാത്തത് ബ്രദറിന് സാധിച്ചു. അഭിനന്ദനങ്ങൾ. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അച്ഛന്മാർ പല നിയന്ത്രണത്തിന് വിധേയരാണ്. അവർക്ക് നേരിട്ട് ഇങ്ങനെ ഇടപെടാൻ പറ്റുന്നതല്ല. എന്തെങ്കിലുമൊക്കെ പ്രതികരണം പോസ്റ്റ് ചെയ്യാനേ അവർക്ക് പറ്റൂ. വളരെ നന്നായി. ഒരാളെക്കുറിച്ച് ഉള്ളത് പറഞ്ഞാൽ കുഴപ്പമില്ല. ഇല്ലാത്തത് ഉണ്ടാക്കി പറയുമ്പോൾ അത് തെറ്റാണ്. അത് വേറെയാൾ എഴുതിയ കവിതയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാൾ തെറ്റെഴുതിയാൽ മറ്റുള്ള ആളുകളെല്ലാം അത് സ്വീകരിക്കണമെന്നാണോ പറയുന്നത്? അല്ലെങ്കിൽ കയ്യിൽ തെളിവ് ഉണ്ടാകണം. ഒരു ഉത്തരവാദിത്തപ്പെട്ട സീറ്റിലിരിക്കുന്നയാൾ എന്തെങ്കിലും പറയുമ്പോൾ അത് 10 പ്രാവശ്യം ആലോചിച്ച് വേണം പറയാൻ. നിസ്സാര കാര്യമല്ല, വളരെ ഗൗരവമുള്ള ഒരു ക്രൈസ്തവ നിന്ദയാണ്. ക്രിസ്തുവിനെയും ക്രൈസ്തവ സമൂഹത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുകയായിരുന്നു. പ്രിയപ്പെട്ട ബ്രദർ, ഇത് നിസ്സാര കാര്യമല്ല. ചരിത്രപുരുഷനും ദൈവികതയുടെ പൂർണ്ണതയും ദൈവത്തിന്റെ പ്രതിരൂപവുമായ ക്രിസ്തുവിനെക്കുറിച്ച് ഇതുപോലുള്ള തെമ്മാടിത്തരങ്ങൾ വിളിച്ചു പറയുന്നവർക്കെതിരെ കേസ് കൊടുക്കുക തന്നെ വേണം. അത് ദിവ്യയായാലും വേറെ ആരായാലും. ഇല്ലെങ്കിൽ നാളെ ഇതിനേക്കാൾ വലിയ അപവാദങ്ങൾ വിളിച്ചു പറയാനും ആളുകൾ മടിക്കില്ല. അതുകൊണ്ട് താങ്കൾ ചെയ്തത് ഉചിതമായ പ്രവൃത്തിയാണ്. അതിനാണ് നാട്ടിൽ നിയമവും കോടതിയുമെല്ലാം. ക്രിസ്തുവിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്ക് എല്ലാം ഇതൊരു പാഠമായിരിക്കണം. താങ്കൾക്ക് 1000 അഭിനന്ദനങ്ങൾ. മറ്റൊരാൾ ചോദിക്കുന്നു, സ്തോത്രം സ്തോത്രം പറയുന്നവർ സൂത്രത്തിൽ ഒഴിഞ്ഞു മാറി നിശബ്ദത പാലിച്ച് ഉറങ്ങുകയാണോ? നന്നായി മാഷേ, അവർ മാപ്പ് പറയുക തന്നെ വേണം. ഒരു സഭയായിരുന്നു ഇത് ആദ്യം ചെയ്യേണ്ടത്. ഏതായാലും പോലീസ് കേസ് കൊടുത്ത സ്ഥിതിയിൽ കേസിൻ്റെ നടപടിയുടെ പോലീസ് ഏത് രീതിയിലാണ് ഇടപെടുക, നീതിപൂർവ്വം ഇടപെടുമോ എന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല. അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ച് കോടതിയിൽ തന്നെ കേസ് ഫയൽ ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. ചിലവ് എത്ര വന്നാലും ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്യണമെങ്കിൽ പ്രാരംഭ ചിലവുകൾ തന്നെ 40,000 രൂപയോളം വരും. വക്കീൽ ഫീസ് വേറെയും. കേസ് നടപടികളുമായി എത്ര ചിലവ് വന്നാലും കേസ് നടപടികളുമായി മുന്നോട്ട് തന്നെയാണ്. ആരും ഇനി ദൈവത്തെ ആക്ഷേപിക്കരുത്. ആരും ദൈവത്തെ ആക്ഷേപിക്കരുത് ഇനി ഒരിക്കലും. അതിന് തക്ക രീതിയിൽ ശിക്ഷ നടപടി ഉണ്ടാകുന്നതുവരെ മുന്നോട്ട് പോകണം. വകുപ്പ് മതവികാരം വ്രണപ്പെടുത്തിയതിന് IPC 295 സെക്ഷൻ എയും BNS 299 മാത്രമേ വെച്ചിട്ടുള്ളത്. എന്നാൽ സർവീസ് ചട്ടങ്ങളനുസരിച്ചും തെറ്റാണ് ചെയ്തത്. മതസ്പർദ്ധയുണ്ടാക്കുന്നതോ മതവികാരം വ്രണപ്പെടുത്തുന്നതുമായ എന്തെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് കുറ്റകരമാണ് എന്ന സർവീസ് റൂളുണ്ട്. ആ സർവീസ് റൂൾ അനുസരിച്ചും ഇവർ തെറ്റാണ് ചെയ്തിരിക്കുന്നത്.
കാരണം ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും, ഒരു കുട്ടിയെ പ്രസവിക്കുമെന്നല്ല പറഞ്ഞത്, പുത്രനെ പ്രസവിക്കും എന്ന് പറഞ്ഞ പ്രവചനമുണ്ട്. ആണത്വം എന്നത് പുത്രൻ്റെ ഐഡൻറ്റിറ്റി കൂടിയാണ്. ദൈവപുത്രൻ്റെ യേശുക്രിസ്തുവിൻ്റെ പ്രവചനമനുസരിച്ച് അവതരിച്ച ആളാണെന്നുള്ള ഐഡൻറ്റിറ്റി കൂടി ആണത്വം എന്നുള്ളത്. സ്ത്രീത്വം ആരോപിക്കപ്പെട്ടാൽ, ഇത് തമാശയാണെങ്കിലും അറിവുള്ള ആൾ പറഞ്ഞതായതുകൊണ്ട് കാര്യഗൗരവമായിട്ടൊക്കെ ഇങ്ങനെ കുറേയൊക്കെ എഴുതപ്പെട്ട് വന്നാൽ ഇതൊരു മിത്താണെന്ന് വരികയും അങ്ങനെ ഒരു മിത്തായി ക്രിസ്തുവിനെ ആരാധിക്കുകയോ മിത്തായി കണ്ട് ക്രിസ്തുവിനെ സ്നേഹിക്കുകയോ ചെയ്യുന്നവർക്ക് ഇങ്ങനെ പലതും പടച്ചു വിടാം. അപ്പോൾ പ്രിയപ്പെട്ടവർ സപ്പോർട്ട് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് സംബന്ധിച്ച് 3-4 വീഡിയോകൾ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്, അതൊന്ന് സെർച്ച് ചെയ്ത് കാണണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.